ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സന്തോഷവും സർപ്രൈസും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നതാണ്. പക്ഷേ വീട്ടിൽ പോകുന്ന കാര്യം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, ഞാൻ വന്ന കാര്യം. കാരണം നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 7 ആയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 3.5-4 മണിക്കൂർ യാത്രയുണ്ട്. കല്യാണത്തിന് വരാൻ പറ്റാത്ത വേറെ ഒന്നല്ല, പിള്ളേർക്ക് എക്സാമും അങ്ങനെ പിന്നെ ചെറിയ ഒരു കാരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരാരും നമ്മളെ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടായ തീരുമാനമായിരുന്നു. എന്നാൽ നമുക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം അങ്ങനെ എടുത്തതായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ പോണ സമയത്ത് നമ്മളിങ്ങനെ ഐസ്ക്രീം മേടിച്ച് കഴിച്ചായിരുന്നു. കാരണം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തലവേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയുള്ളത്. കാരണം നന്നായി വിശന്നിട്ടുണ്ടായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കഴിച്ചിട്ടുണ്ടായില്ല. പിള്ളേർക്കാണെങ്കിലും വിശക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് പകുതിയും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ആ ഫുഡൊക്കെ കഴിച്ച് ഒരു ഇച്ചിരി നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഇറങ്ങി. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ടായി. ഈ യാത്ര നമ്മൾ പിന്നെ നേരെ പോകണം ചാവക്കാടാണ്. ചാവക്കാട് ബീച്ചിലേക്ക് പോകാമെന്നൊന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വന്ന ടൈമിൽ എപ്പോഴും നമ്മളിങ്ങനെ ഇവിടെ ഒന്ന് കയറാറുണ്ട്. കാരണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ചാവക്കാട് എത്തിയപ്പോൾ ഒരു 10:45 ആയിട്ടുണ്ടായി. ഈ വെള്ളത്തിൽ ഇതിങ്ങനെ ഞാൻ ആദ്യം ഓർത്തത് മീനായിരിക്കുന്നു, പക്ഷെ ഇത് മീനല്ല, വേറെന്തോ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇച്ചിരി അതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. പിള്ളേർ പറയായിരുന്നു മീൻ പിടിക്കാമെന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. കാറിൽ കവർ ഇരിപ്പുണ്ടായിരുന്നു, കവർ എടുക്കുക നമുക്ക് മീൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിള്ളേരും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വന്നില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്, ഡ്രൈവ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ചാവക്കാടാണ് കേട്ടോ ഇറങ്ങുന്നത്. ചാവക്കാട് നിന്നാണ് പിന്നെ നമ്മൾ വേറെ എവിടെയും പിന്നെ ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കളിക്കാനൊക്കെ കുറച്ച് ഇങ്ങനെ ചെറിയ പാർക്കും അങ്ങനെ എല്ലാം ഉണ്ടായതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ പിള്ളേർ പറയുമായിരുന്നു ഇവിടെ ഇറങ്ങണം, ഇവിടെ ഇച്ചിരി നേരം കളിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ വന്നാലും മിക്ക ടൈമിലും ഫാമിലീസ് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഐസ്ക്രീമും അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി കൂടുതൽ സമയം അവിടെ കളിച്ചായിരുന്നു കേട്ടോ. ആ പിള്ളേരിങ്ങനെ വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പോകാം 5 മിനിറ്റ് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ വേറെ എവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിർത്തിയൊന്നുമില്ല. പിന്നെ നേരെ വന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീട് എത്തിയിട്ടുണ്ടായി. ഇത് പള്ളിയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വീട്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനി അടുത്തത് വീട്ടുകാരെ കാണാം, ഉമ്മാനെ കാണാം, കുറേ ഏറെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങോട്ട് വളയുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഇനി അടുത്തത് വീട്ടിൽ കയറാം എന്നുള്ളൊക്കെ ഒരു ഇതായിരുന്നു. ഞാനിവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തതാണ്. കാരണം ഞാൻ ആദ്യം പോയിട്ട് ബെല്ലടിച്ചില്ല, ഇനി പേടിക്കണ്ട എന്നോർത്തിട്ട്. കാരണം അതാണ് വീട്. ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ സമയം 11:45 നമ്മളെത്തിയപ്പം. ഞാൻ ഉമ്മാക്കാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ അനിയത്തി അടുത്ത്, ഇപ്പോൾ കല്യാണമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച് എന്താ ഈ നേരത്തെ വിളിക്കണതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ഇവർക്ക് ശനിയാഴ്ചയും കല്യാണത്തിന് ഇവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ച പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, നമ്മൾ യാത്രയിലല്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും കാർ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയായിരുന്നു. നേരെ നടന്നു വന്നതിന് ശേഷം ഞാൻ ബെല്ലടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ആരോ ബെല്ലടിക്കുന്നത് വിളിക്കാട്ടാന്നൊക്കെ പറഞ്ഞു വെച്ചു. പിന്നെ വാതിൽ തുറന്ന് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം പിന്നെ സംസാരിച്ചിരുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപാട് ടൈമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയുള്ളതാണ്. അപ്പോൾ ഇതാണ് മദ്രസയാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഇന്നലെ വണ്ടി നിർത്തിയ. മദ്രസയിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന കടലാണ്, നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് കടൽ. കാരണം ഇത്രയും അടുത്തല്ലായിരുന്നു, ഭയങ്കര ലോങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കടലിൽ കയറി അടുത്തായി. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നതാ, ഫുൾ വീടായിരുന്നു. ആ വീടെല്ലാം പോയി. ഇവിടെയൊക്കെ ഒരു കുഞ്ഞു വീടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുഞ്ഞു ഷെഡ് പോലെ കണ്ട, അത് പിള്ളേർ കെട്ടിയുള്ളതാണ്. ആ പിള്ളേർ ഇങ്ങനെ അവിടെ വന്നിരിക്കാൻ വേണ്ടി. അത് ഭയങ്കര ഹൈറ്റിലായിരുന്നു കെട്ടിയിരുന്നത്. പക്ഷെ അതിപ്പം കടൽ കയറി മണ്ണൊക്കെ ഇതായതിന് ശേഷം അത് താഴ്ന്നു പോയി. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ കല്ലൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. കല്ല് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്.
അതെല്ലാം അങ്ങനെ മണ്ണിട്ട് മൂടി ഒന്നും ഒറ്റ കല്ലും കാണൂലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ കല്ലെല്ലാം കാണാമായിരുന്നു. അങ്ങനെ മാറ്റങ്ങളാണ്, ഓരോ ടൈമിലും ഓരോ മാറ്റങ്ങളാണ് കടലിനിപ്പോൾ അത് നന്നായി. കടലിലിങ്ങനെ ബോട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാൾ, അത് ബോട്ടും കാര്യങ്ങളല്ല, വേറെ എന്തൊരു സംഭവമൊക്കെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നൊരു സംഭവമാണ്. അങ്ങനെ കുറേ നേരം ഞാൻ കടലൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ 2 ബോട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് വന്നത് ഉണ്ടായിരുന്നു. അതും അടുത്ത് കൂടെ പോയിരുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ നിന്ന്, കാരണം ഇനി അത് വന്നത് കാണാമല്ലോ, എങ്ങനെ അടുത്ത് കൂടെ പോകുന്നതൊക്കെ കാണാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കുറേ നേരം അവിടെ നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാനവിടെ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ അയൽവാസി വന്ന് സംസാരിക്കുന്നുണ്ടായി, എന്നാ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കടലിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. കാരണം ഈ അടുത്തും കടൽ കയറിയിട്ടുണ്ടായി, അപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ നല്ലൊരു വലിയ വീടൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ 2 ബോട്ട് വന്നിട്ടുണ്ടെന്ന്. അവരാണിത്, എന്തൊക്കെയോ പേര് പറയും അങ്ങനെ വന്ന വേറെ. അങ്ങനെ അതെല്ലാം അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്ന്. ഇവിടെ ഇങ്ങനെ റോഡായിരുന്നേ, അപ്പുറത്ത് മദ്രസ ആയിരുന്നു. ഇപ്പം ആ റോഡും ഇല്ല, ഇങ്ങനെ വണ്ടികളൊന്നും ഇപ്പോൾ പോകില്ലായിരുന്നു. ആദ്യം ഇങ്ങനെ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ചെറുതായിട്ട് സ്കൂൾ ബസ് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇപ്പം ആ വഴിയൊന്നും വരാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിലത്തെ ചെറിയ ഞാൻ വീടൊന്നും ഫുള്ളൊന്നും കാണിക്കില്ല കേട്ടോ. ഇവിടെ ഒരു മുല്ലപ്പൂവിൻ്റെ മരം ഉണ്ടായിരുന്നു, ഒരുപാട് പൂവുണ്ടാവാറുണ്ട്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മൈലാഞ്ചാണ്, നല്ല ചുമപ്പുള്ള മൈലാഞ്ചാണ്. അവിടെ ഒരു കുഞ്ഞു മാവുണ്ട്, മാങ്ങ ഈ പ്രാവശ്യം മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായി. ഇതൊരു കുഞ്ഞു പ്ലാവ്, പക്ഷെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നാൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട്. കാരണം എൻ്റെ വീട്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ, എൻ്റെ കൂടപ്പിറപ്പ്, അതാണ് എൻ്റെ ലോകം. ഇത് മറ്റേ നമ്മുടെ കാന്താരി മുളകിൻ്റെ ആണ്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്